മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 73ാമത്തെ എപ്പിസോഡിൽ ട്യൂബർകുലിനം ബോവിനം എന്ന അധ്യായം ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട നോസോഡ് ആയിട്ടുള്ള സോർണത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. സോർണം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നോസോഡാണ് ട്യൂബർകുലിനം എന്നുള്ളതിനാണ് നമ്മൾ തുടർച്ചയായിട്ട് ഈ അധ്യായം നമ്മൾ പരിഗണിക്കുന്നത്. അതുകൂടാതെ ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റിൻ്റെ പ്രതിഭയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ഔഷധം കൂടിയാണ് ട്യൂബർകുലിനം. വളരെയധികം വിപുലമായ ഉപയോഗങ്ങളുള്ള ഒന്നാണ്. വ്യക്തിപരമായി 10-30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹോമിയോപ്പതി ബന്ധത്തിൻ്റെ ആരംഭകാലത്തെ പല നല്ല ഓർമ്മകളും ഈ ഔഷധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസക്തമായ സന്ദർഭങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. നമുക്ക് ഈ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ട്യൂബർകുലിനം ബോവിനം. I want to take up the study of tuberculinum. The preparation which I use is a little different from that which is generally found in the market. കെന്റ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചെറിയൊരു വേരിയൻ്റ് ആണ് ട്യൂബർകുലിനം ബോവിനം. അതാണ് അദ്ദേഹം തുടക്കത്തിൽ പറയുന്നത്. This preparation I procured through a professor of veterinary surgery in Pennsylvania. There came a time when a handsome herd of cattle had to be slaughtered because of tuberculosis. അപ്പോൾ പെൻസിൽവാനിയ അദ്ദേഹം ജോലി ചെയ്യുന്നത് പെൻസിൽവാനിയയിൽ വലിയൊരു കൂട്ടം പശുക്കളെ, ഒരു ഫാമിൽ ട്യൂബർകുലോസിൻ്റെ ഒരു ബാധ ഉണ്ടായപ്പോൾ അതിനെ കൂട്ടമായി കൊല്ലേണ്ടുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അതിൽ നിന്ന് ശേഖരിച്ച ഗ്രന്ഥികളാണ് അവിടുത്തെ ഒരു വെറ്റിനറി സർജൻ വഴി കെന്റ് സംഘടിപ്പിക്കുകയും അത് ഈ ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തത്. ത്രൂ ദ വെറ്റിനറി സർജൻ ഓഫ് ദ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി ഐ secured some of the tubercular glands from the slaughtered cattle. I selected from these the most likely specimen. This was potentized by Boric and Tafel as far as 6th and since been prepared on the Skinner machine, the 30th, 200th, 1000th and the higher potencies. അപ്പോൾ അന്ന് ഹോമിയോപ്പതി ഔഷധങ്ങൾ നിർമ്മിക്കുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടൊരു സ്ഥാപനത്തിൽ കൊടുത്ത അദ്ദേഹം 6ാമത്തെ പൊട്ടൻസി ഉണ്ടാക്കി. പിന്നീട് 30, 200, 1000 അതിന് മേലെയുള്ള പൊട്ടൻസികൾ CM വരെയൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ദിസ് പ്രിപ്പറേഷൻ ഐ ഹാവ് ബീൻ യൂസിങ് ഫോർ 15 years. മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ഹാവ് ബീൻ യൂസിങ് ഇറ്റ് ആസ് ദേ ഹാവ് പ്രൊക്യൂർഡ് ഇറ്റ് ഫ്രം മീ. അപ്പോൾ ഈ ഇദ്ദേഹം ഇത് പറയുന്നതിനും 15 വർഷം മുൻപ് അദ്ദേഹം ആരംഭിച്ച ഉപയോഗമാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതിൽ നിന്ന് ലഭിച്ച ആ 15 വർഷത്തെ ഗണ്യമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് തുടർന്നുള്ള കാര്യങ്ങൾ കെന്റ് ഇതിൽ പറയുന്നത്. ഫ്രം ഒബ്സർവിംഗ് ദ എഫക്ട്സ് ഓഫ് ദിസ് പ്രിപ്പറേഷൻ ഐ ഹാവ് ബീൻ ഗ്യാതറിംഗ് ദീസ് നോട്ട്സ് ഇൻ മൈ ഇന്റർലീവ്ഡ് ഹെറിങ്സ് ഗൈഡിങ് സിംറ്റംസ് ആൻഡ് ദേ നൗ ഗൈഡ് മീ ഇൻ ദ യൂസ് ഓഫ് ട്യൂബർകുലിനം. ഉണ്ടോ, അദ്ദേഹം ഈ ലെക്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ള സൂചന കൂടി ഇവിടെ തരുന്നുണ്ട്. I do not use tuberculinum merely because it is a nosode or with the idea that generally prevails in the using nosodes, that is a product of the disease for the disease and the results of the disease. അപ്പോൾ ഇത് നോസോഡിനെ കുറിച്ചുള്ള നിലവിലുള്ള ധാരണകളെ ആധാരമാക്കിയല്ല തൻ്റെ പ്രയോഗം എന്ന് അദ്ദേഹം ഒരു പൊതുവായൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. അപ്പോൾ ഏത് ഡിസീസിൻ്റെ പ്രൊഡക്റ്റാണോ അതിനെതിരെ അല്ലെങ്കിൽ അതിൻ്റെ എഫക്ട്സിനെതിരെ ആ നോസോഡ് പ്രയോഗിക്കുക. ആ ഒരു രീതി അത് ഹോമിയോപ്പതിക് രീതി അല്ലത്. അത്തരം രീതിയുടെ നിഷ്പ്രയോജനത്തെക്കുറിച്ചും അശാസ്ത്രീയതയെക്കുറിച്ചും ഓർഗനിൽ സാമുൽ ഹൈനിമാൻ പറയുന്നുണ്ട്. അത് ഹോമിയോപ്പതിക്കായ രീതിയല്ല. ട്യൂബർകുലോസിന് ട്യൂബർകുലിനം, സോറിയാസിന് സോർണം, ആ ഒരു രീതി ഹോമിയോപ്പതിക്കല്ല. This, I fear, is too much the prevailing thought in using nosodes. അപ്പോൾ
ഇതാണ് നോസോഴ്സിൻ്റെ ഉപയോഗത്തിലുള്ളൊരു പ്രബലമായ ധാരണയെന്ന് അദ്ദേഹം വളരെ ഭയത്തോടുകൂടി എത്രമാത്രം അൺഹോമിയോപ്പതിക്കാണെന്നുള്ള തിരിച്ചറിവോടെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം നോസോഴ്സിനെ ആ ഒരു പരിധിയിൽ ഒതുക്കി നിർത്തരുത്. അത് പ്രൂവിങ്സിൽ കാണിച്ച അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ സിംറ്റംസ് ടോട്ടാലിറ്റി മാത്രമാണ്. മറ്റേത് ഹോമിയോപ്പതി ഔഷധത്തെ പോലെയും സിംറ്റം ടോട്ടാലിറ്റി മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെ ഇതിൻ്റെ പ്രാക്ടീസിൽ, ഇതിൻ്റെ ഉപയോഗത്തിൽ നിങ്ങളെ നയിക്കേണ്ടത്. ഇൻ സർട്ടൺ പ്ലേസസ് ഇറ്റ് പ്രൊവൈൽസ് ആൻഡ് ഇസ് ടോട്ട് ദാറ്റ് എനിത്തിങ് റിലേറ്റിംഗ് ടു സിഫിലിസ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് സിഫിലിനം, ദാറ്റ് എനിത്തിങ് റിലേറ്റഡ് ടു ഗൊണോറിയ മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് മെഡോറിനം, എനിത്തിങ് സോറിക് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് സോർണം, ആൻഡ് എനിത്തിങ് ദാറ്റ് റിലേറ്റ്സ് ടു ട്യൂബർകുലോസിസ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് ട്യൂബർകുലീനം. ഈ പറഞ്ഞ കാര്യമാണത്. അത് ചില ഭാഗങ്ങളിൽ ഒരു പ്രിവെയിലിംഗ് തോട്ടാണ്, പ്രിവെയിലിംഗ് പ്രാക്ടീസാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയാണ് അതിനെതിരെ മുന്നറിയിപ്പ് തരുന്നത്. ദാറ്റ് വിൽ ഗോ ഔട്ട് ഓഫ് യൂസ് സം ഡേ. ഇറ്റ് ഈസ് മിയർലി ഐസോപ്പതി ആൻഡ് ഇറ്റ് ഈസ് ആൻ അൺസൗണ്ട് ഡോക്ട്രീൻ. അപ്പോൾ ഒരു ഘട്ടം വരുമ്പോൾ ഇത് നിഷ്പ്രയോജനമായി തീരും. തുടക്കത്തൊക്കെ ചിലപ്പോൾ ഉപയോഗപ്രദമായിരിക്കും, പക്ഷേ ട്രീറ്റ്മെൻ്റ് ഒരു ഘട്ടത്തിൽ ഇത് നിഷ്പ്രയോജനമായി തീരും. ഇത് ഐസോപ്പതിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സാമുൽ ഹനിമാൻ അന്ന് നിലവിലുള്ള ചികിത്സാരീതികൾ അപഗ്രഥിക്കുമ്പോൾ ഈ അലോപ്പതിയുടെയും ആൻറ്റിപ്പതിയുടെയും ഐസോപ്പതിയുടെയും ഒക്കെ നിഷ്പ്രയോജനത്തെക്കുറിച്ച്, അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി അദ്ദേഹം പറയുന്നുണ്ട്. അത് വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഹോമിയോപ്പതി അവതരിപ്പിക്കുന്നതിന് പശ്ചാത്തലമൊരുക്കാൻ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നോസോഡ് അതിൻ്റെ ഒറിജിൻ ഏതാണോ അതിനെതിരെ മാത്രം ഉപയോഗിക്കുന്നത് കേവലം ഐസോപ്പതിയാണത്. അത് തെറ്റാണ് എന്നാണ് എന്നോട് പറയുന്നത്. അത് അൺസൗണ്ട് ഡോക്ട്രീനാണ്. ആ തത്വം അടിസ്ഥാനരഹിതമായിട്ടുള്ള നിഷ്പ്രയോജനമായ തത്വമാണ് ഐസോപ്പതിയുടെ തത്വം. ഇറ്റ് ഈസ് നോട്ട് ദ ബെറ്റർ ഐഡിയ ഓഫ് ഹോമിയോപ്പതി. ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള ബെറ്റർ ഐഡിയ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട എന്നുകൂടി അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ സൗണ്ട് പ്രിൻസിപ്പിൾസ്. ഇതിലെ പ്രസക്തമായ തത്വങ്ങളെ സിമിലിബൂസ് എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ തത്വത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല അത്. ഇറ്റ് ബിലോങ്സ് ടു എ ഹിസ്റ്റീരിക്കൽ ഹോമിയോപ്പതി ദാറ്റ് പ്രിവെയിൽസ് ഇൻ ദ കൺട്രി. അപ്പോൾ US അന്നത്തെ കാലത്ത് പ്രബലമായിരുന്ന ഒരു ഹോമിയോപ്പതിയുടെ പ്രാക്ടീസിനെ കുറിച്ച് പറയുകയാണ്. ഹിസ്റ്റീരിക്കൽ ഹോമിയോപ്പതി, ഭ്രാന്തമായ ഹോമിയോപ്പതി. അപ്പം എന്തുകൊണ്ട് US യൂറോപ്പിലും ഒക്കെ പിൽക്കാലത്ത് ഹോമിയോപ്പതിക്ക് വലിയ അപജയം സംഭവിച്ചു എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് ഹോമിയോപ്പതി ഇന്നിപ്പോൾ പലരും പ്രചരിപ്പിക്കുന്ന പോലെ ഹോമിയോപ്പതി അശാസ്ത്രീയമായതുകൊണ്ടോ ഹോമിയോപ്പതി അശാസ്ത്രീയത ബോധ്യപ്പെട്ടതുകൊണ്ടൊന്നുമല്ല. ഹോമിയോപ്പതിയുടെ മിസ്യൂസ് കൊണ്ട് സംഭവിച്ചതാണ്. ഹിസ്റ്റീരിക്കൽ ഹോമിയോപ്പതി എന്ന് പറയുന്നതല്ലേ, എത്രമാത്രം ഭ്രാന്തമായും വന്യമായും അതിനെ മിസ്യൂസ് ചെയ്ത് അതിനെ നശിപ്പിച്ചു കളഞ്ഞതാണ്. ഏത് നല്ല തത്വശാസ്ത്രത്തിൽ സംഭവിക്കുന്ന അപജയം ഹോമിയോപ്പതിക്ക് സംഭവിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. ഇന്നിപ്പോൾ US വെസ്റ്റേൺ കൺട്രീസിലും ഇസ്രായേലിലും ആഫ്രിക്കയിലും ഒക്കെ ഹോമിയോപ്പതി അതിൻ്റെ തനത് രീതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. നമുക്ക് വളരെയധികം സന്തോഷവും ആവേശവും പ്രചോദനവും തരുന്നൊരു കാര്യമാണത്. അത് തനത് രീതിയിൽ അത് പുനരുജ്ജീവിച്ച് വരുന്നുണ്ട്. കെൻ്റ് എന്ന് പറയുന്ന ആ ഹിസ്റ്റീരിക്കൽ ഹോമിയോപ്പതിയുടെ കാലം കഴിഞ്ഞു. അതിൻ്റെ ഒരു സുവർണകാലം വീണ്ടും അവിടെ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. It is hoped that proofs may be made so that we may be able to prescribe tuberculinum on the symptoms of tuberculinum just as we would use any drug. അപ്പോൾ മറ്റേത് ഔഷധത്തെ പോലെയും അതിൻ്റെ പ്രൂവിങ്ങിൽ കാണുന്ന ടോട്ടാലിറ്റി ഓഫ് സിംപ്റ്റംസ് ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ട്യൂബർകുലിനം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇറ്റ് ഇസ് എ ഡീപ്പ് ആക്ടിങ്, കോൺസ്റ്റിറ്റ്യൂഷണലി ഡീപ്പ്, ബിക്കോസ് ഇറ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ഡിസീസ് ഫ്രം എ വെരി ഡീപ്പ് സീറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ ലൈക്ക് സൈലീഷ്യ ആൻഡ് സൾഫർ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു തത്വവും കൂട്ടത്തിൽ രണ്ട് കമ്പാരിസണും വളരെ അമൂല്യമായ കമ്പാരിസണാണ്. സൈലീഷ്യയും സൾഫറിനെയും പോലെ വളരെ അഗാധങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷണലി ഡീപ്പ് ഹ്യൂമൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അൺഹെൽത്തി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന, എങ്ങനെ സൈലീഷ്യയും സൾഫറിനെയും പോലെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു റെമഡിയാണ് ട്യൂബർകുലിനം. കോൺസ്റ്റിറ്റ്യൂഷൻ ഡീപ്പാണ്. ഇറ്റ് ഗോസ് ഡീപ്പ് ഇൻ ടു ദ ലൈഫ്. ജീവന്റെ ആഴങ്ങളിലേക്ക് ഇത് കടന്നു ചെല്ലുന്നു. ഇറ്റ് ഈസ് ആൻറ്റിസോറിക്. ഇറ്റ് ഈസ് എ ലോങ് ആക്ടിങ്
and it affects constitutions more deeply than most medicines. And when our deepest remedies act only a few weeks and they have to be changed, this remedy comes in as one of the remedies when the symptoms agree and brings a better state of reaction so that remedies hold longer. അപ്പോൾ നന്നായിട്ട് സെലക്ട് ചെയ്ത റെമഡീസ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആഴങ്ങളിലേക്ക് പോകാതെ പ്രവർത്തനം ഇടയ്ക്ക് നിലച്ചു പോകുന്ന അവസ്ഥ വരുമ്പോൾ അതിനെ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനെ ഒന്ന് ഇളക്കാൻ, ഒന്ന് സ്റ്റിറപ്പ് ചെയ്യാൻ, വെൽ സെലക്ടഡ് റെമഡീസിനെ ശരിയായിട്ട് ഉപയോഗിക്കാൻ ഒരു ഇൻ്റർകറൻറ്റ് റെമഡിയായിട്ടും ട്യൂബർക്കുലീനത്തെ ഉപയോഗിക്കാം. ഒരു ബെറ്റർ റിയാക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി കെൻറ്റ് പറയാതെ പറയുന്നുണ്ട്. ഇറ്റ് ഗോസ് ഡീപ്പ് ഇൻ ടു ദ ലൈഫ്. ജീവന്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ഒരു പുസ്തകം തിരഞ്ഞു പോയപ്പോഴാണ് ഓർഗൻ ഓഫ് മെഡിസിൻ എൻ്റെ കൈ കിട്ടിയത്. അദ്ദേഹം ഈയിടയ്ക്ക് മരിച്ചുപോയി. PV സാനു വന്ന് MSc സുവോളജിക്ക് പഠിക്കുകയാണ്. അപ്പം അദ്ദേഹവുമായി ഞങ്ങൾ ഹോമിയോപ്പതിയുടെ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. സാനു ഉന്നയിച്ച ഒരു സംശയം അതായിരുന്നു, ജനറ്റിക് ഡിസീസസ്, ജനറ്റിക്കൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ഡിസീസസ്, ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള പാരമ്പര്യമായ കണ്ടീഷൻസ്. അപ്പോൾ ജീനുകളിൽ മാറ്റം വരുത്താൻ ഹോമിയോപ്പതിക്ക് പറ്റുമോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചത്. അദ്ദേഹം ഹോമിയോപ്പതി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ശാസ്ത്രീയമായിട്ടുള്ള അറിവിൻ്റെ വെളിച്ചത്തിലാണ് ചോദിച്ചത്, ജീനുകളെ മാറ്റം വരുത്താൻ സാധിക്കുമോ? അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ ചില ജനറ്റിക്കൽ ഡിസീസസ് ഡോക്ടർ ജൻബാബുവിൻ്റെ ഗൈഡൻസിൽ ട്രീറ്റ് ചെയ്ത് മാറ്റി അത് നമ്മൾ അത് ഇലിസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തു, മാറ്റാൻ പറ്റുമെന്ന്. പക്ഷെ എന്തുകൊണ്ട് മാറ്റാൻ പറ്റും, എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള ചോദ്യം ഒരു ബയോളജിയുടെ അല്ലെങ്കിൽ ജനറ്റിക്സിൻ്റെ, മോഡേൺ ജനറ്റിക്സിൻ്റെ വെളിച്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ ചോദ്യം. അതിനുള്ളൊരു മറുപടിയാണ് കെൻറ്റ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഗോസ് ഡീപ്പ് ഇൻ ടു ലൈഫ്. ജീവന്റെ ആഴങ്ങളിലേക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. അത് അന്ന് അജ്ഞാതമായിരുന്ന ജനറ്റിക്സിനെ കുറിച്ചാണ് കെൻറ്റ് ഇവിടെ പറയാതെ പറയുന്നത്. ജീനുകളിലെ പാരമ്പര്യ ദോഷകരമായ ഘടകങ്ങളെപ്പോലും മാറ്റാൻ സഫീഷ്യൻ്റ്ലി പൊട്ടൻസൈസ്ഡ് ആയിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂഷണലി കറക്റ്റായിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂഷണലി സിമിലമായിട്ടുള്ള ഔഷധങ്ങൾ കൊണ്ട് സാധിക്കും. അതാണ് ഈ ഗോസ് ഇൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ, ഗോസ് ഡീപ്പ് ഇൻ ടു ലൈഫ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ പ്രാക്ടീസിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം, നല്ലതാണ്. അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ ഒരു പരിധിയിലധികം പഠിച്ച് നമ്മൾ രോഗത്തെക്കുറിച്ചും രോഗത്തിൻ്റെ മാരകാവസ്ഥയെക്കുറിച്ചൊക്കെ ഉള്ള ചില ആശങ്കകൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരാം. അപ്പോഴൊക്കെ നിങ്ങളെ നയിക്കേണ്ട പ്രകാശം എന്ന് പറയുന്നത് ട്രൂ ഹോമിയോപ്പതിയുടെ പ്രകാശമാണ്. അത് ജീവന്റെയും ജീവഘടനയുടെയും ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഹോമിയോപ്പതിക് ഔഷധങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമാണ്. ആ ബോധ്യം നിങ്ങളുടെ പഠനകാലത്തും ഇത്തരം പുസ്തകങ്ങളുടെ വായനയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകണം. അത് അനുഭവത്തിലൂടെ നിങ്ങൾക്ക് അത് ഊട്ടി ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഇറ്റ് മേ വെൽ ബി കൺസിഡേർഡ് എ സ്പീഷീസ് ഓഫ് സോർണം. കണ്ടോ, സോർണത്തിൻ്റെ ഒരു സ്പീഷീസായിട്ട് ട്യൂബർക്കുലിനത്തെ കണക്കാക്കാം. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ സോർണത്തിന് ശേഷം ട്യൂബർക്കുലിനെ എടുത്തതെന്നുള്ള മനസ്സിലായില്ലേ? സോർണത്തിൻ്റെ ഒരു സ്പീഷീസാണ്, അങ്ങനെ വേണേൽ കണക്കാക്കാന്ന് പറയുന്നത്. അപ്പോൾ സോർണം എത്രത്തോളം ശക്തമാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതേപോലെ ശക്തമാണ് ട്യൂബർക്കുലിനും. വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനന്റ് യൂസ് ഓഫ് ദിസ് റെമഡി ഈസ് ഇൻ ഇന്റർമിറ്റന്റ് ഫീവർ. അപ്പോൾ ചികിത്സിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഇന്റർമിറ്റന്റ് ഫീവർ. ആ ഇന്റർമിറ്റന്റ് ഫീവറിൽ വളരെ ഫലപ്രദമായി ആക്ട് ചെയ്യുന്ന ഔഷധങ്ങളിലൊന്നാണ് ട്യൂബർക്കുലിനം. ട്യൂബർക്കുലിനത്തിൻ്റെ പ്രധാന ഉപയോഗങ്ങളിലൊന്നും ഇന്റർമിറ്റന്റ് ഫീവറിലാണ്. Some of our most stubborn cases of intermittent fever will relapse and continue relapsing even when such remedies as Cilicia and Calcarea and the deeper acting remedies have been indicated, have acted well, have broken the fever, and in a few weeks from exposure to cold, from sitting in a draft, from becoming fatigued, from mental exertion, from overeating, and from disordering the stomach, this ache has returned.
അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫീവറിൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. വളരെ ഡീപ്പ് ആക്ടിങ് ആയിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള സൈലീഷ്യയും കൽക്കേറിയയും പോലുള്ള ഡീപ്പർ ആക്ടിങ് മെഡിസിൻസ് കൊടുത്തിട്ട് പോലും കണ്ടിന്യൂ റിലാപ്സിങ്, വീണ്ടും ഈ ഇൻ്റർമിറ്റൻറ്റ് ഫീവർ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു, റിലാപ്സിങ് കൂടുതൽ മോശമായി വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ഫാറ്റിഗ് ആയി കഴിഞ്ഞാൽ, ഒരു തണുത്ത കാറ്റടിച്ചു കഴിഞ്ഞാൽ, ഒരു മനസ്സിൻ്റെ അമിതാധ്വാനം കൊണ്ട്, കൂടുതൽ എന്തെങ്കിലും ഭക്ഷിക്കുന്നതുകൊണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊവക്കേഷൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രശ്നം, ഈ ഒരു എന്ന് പറയുന്നത് വിറയൽപ്പനി, ഇവിടെ വാദപ്പനി എന്നൊക്കെ പറയുന്ന വിറയൽപ്പനി വീണ്ടും ശക്തമായിട്ടുണ്ടാകുന്നു. എങ്ങനെ? കൽക്കേറിയയും സൈലീഷ്യയും പോലുള്ള ഡീപ്പർ ആക്ടിങ് മരുന്നുകൾ കൊടുത്തതിന് ശേഷവും. അപ്പോൾ മറ്റൊരു അറിവ്, ഇത്തരം രോഗാവസ്ഥകളിൽ സൈലീഷ്യയും കൽക്കേറിയയും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വീണ്ടും വരുന്ന അവസ്ഥകളിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റബേൺനെസ്, ആ ഒരു കടുംപിടുത്തം, എത്ര നല്ല ഭക്ഷണം കൊടുത്തിട്ട് പോലും അവിടെ വിട്ടുപോകുന്നില്ല. ആ സ്റ്റബേൺനെസ്സിനെ ബ്രേക്ക് ചെയ്യാൻ സിംറ്റംസ് എഗ്രി ചെയ്യുന്നെങ്കിൽ ട്യൂബർകുലിനം ബോവിനം ഉപകരിക്കും. എനി ഓഫ് ദീസ് സർക്കംസ്റ്റാൻസസ് വിൽ ബ്രിങ് ബാക്ക് ദീസ് സ്റ്റബേൺ കേസ് ഓഫ് ഇന്റർമിറ്റന്റ് ഫീവർ വെൻ ട്യൂബർകുലിനം ഈസ് നീഡഡ്. അപ്പോൾ ട്യൂബർകുലിന് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ നേരത്തെ പറയുന്ന അവസ്ഥകൾ, നിസ്സാരമായ പ്രൊവക്കേഷൻസ് ഒക്കെ ഈ ഇന്റർമിറ്റന്റ് ഫീവറിനെ വീണ്ടും കൊണ്ടുവരും. അങ്ങനത്തെ അവസ്ഥകളിൽ ട്യൂബർകുലിനം ഉപകരിക്കും. When a patient is traveling towards thysis and he is exposed and intermittent comes out, അപ്പോൾ ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങനെ ക്രമേണ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗി, ആ രോഗിക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ വരും. തണുത്ത കാറ്റടിച്ച പ്രശ്നം, മെന്റൽ എക്സേർഷൻ കൊണ്ട് പ്രശ്നം. അപ്പോൾ ആ ഒരു അവസ്ഥ വരാം. ഹീസ് ഓഫ് എ ഫീബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ and his complaints have a tendency to relapse, and remedies well selected do not hold long. Though they act well at first, they must soon be changing symptoms. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു ഫീബിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ ക്ഷയത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടക്കിടക്ക് ഇന്റർമിറ്റന്റ് ഇടക്കിടക്ക് വരുന്നു, വിറയൽപ്പനി വരുന്നു, റിലാപ്സസ് ഉണ്ടാകുന്നു. ആ ഒരു അവസ്ഥയിൽ വെൽ സെലക്റ്റഡ് മരുന്നുകൾ, നമുക്കിപ്പോൾ കൽക്കേറിയ, സൈലീഷ്യ, സെലക്ഷൻ കൃത്യമാണ്, പക്ഷേ കൂടുതൽ അതിൻ്റെ ഉദ്ദേശിച്ച ഒരു കാലഘട്ടത്തിലേക്ക് പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തനം പെട്ടെന്ന് എക്സോസ്റ്റഡ് ആകുന്നു. അപ്പോൾ അതിന് ചെന്നെത്താനാവാത്ത ഡെപ്തിലാണ് ആ രോഗാവസ്ഥ കിടക്കുന്നത്. അപ്പോൾ അതിനെ വേരോടെ പിഴുതു നീക്കാൻ ട്യൂബർകുലിനം സഹായിക്കും. അങ്ങനത്തെ അവസ്ഥകളിൽ ചേഞ്ചിങ് സിംറ്റംസ് മാറി വരുന്ന അത്തരം അവസ്ഥകളിൽ ട്യൂബർകുലിനം ഉപകരിക്കും. അപ്പോൾ ഈ ഒരു പശ്ചാത്തല വിവരണത്തിൽ നിന്നും ട്യൂബർകുലിനത്തിൻ്റെ പ്രയോഗസാധ്യത എത്ര വലുതാണെന്ന് മനസ്സിലാക്കണമല്ലോ. അത് സ്വർണത്തിൻ്റെ ഒരു ചാർച്ചക്കാരനാണ്. അപ്പോൾ ട്യൂബർകുലിനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളിത് പരിചയപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.